നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നോ ഓൺലൈൻ പർച്ചേസിലൂടെയോ പോലും വാങ്ങാൻ പറ്റാത്ത, പ്രകൃതി കനിഞ്ഞാൽ മാത്രം കിട്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൂണിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഈ പ്രത്യേകതരം കൂണിൻ്റെ വിശേഷം നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത്. അതും മണ്ണിൽ മൊട്ടിട്ടത് മുതൽ ചട്ടിയിലാകുന്നത് വരെയുള്ള വിശേഷം. സാധാരണയായി വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും ഈ കൂണിൻ്റെ സീസൺ തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഈ കൂണിൻ്റെ വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. സാധാരണയായി തോട്ടത്തിനുള്ളിൽ കരിയിലകൾക്കിടയിലായിട്ടാണ് ഈ കൂൺ കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഈ കൂൺ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പ്രത്യേകതകളുള്ള, ഇത്രയും റെയർ ആയിട്ടുള്ള ഈ കൂൺ ഈ സീസണിൽ, അതും ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഇത്രയും ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഈ കൂൺ എനിക്ക് വേണ്ടി ഉണ്ടായതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹം വളരെ തീവ്രമാണെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ പ്രപഞ്ചം പോലും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന്. തൂവെള്ള നിറത്തിൽ മുല്ലമുട്ടുകൾ പോലെയുള്ള ഈ കൂണിന് ചവലക്കൂൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ കൂൺ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒട്ടിയില്ലേ, അതിൻ്റെ കൂടെ എല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ്. കൂൺ പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. ഉണ്ണിയപ്പ സ്പെഷ്യലിസ്റ്റ് സത്യഭാമ ടീച്ചർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ മദറിൻലോ, അമ്മയാണ് ഇന്നത്തെ കുക്ക്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം ഉള്ളി പൊളിച്ചു കൊടുക്കാനും കൂൺ പറിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഞാനും കൂടെയുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ ഈ ചവലക്കൂന് പറിച്ചെടുക്കാൻ വളരെ രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അധികം തിരക്കൊന്നും പിടിക്കാതെ വളരെ സാവധാനം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ധൃതി പിടിച്ച് പറിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുട പോലെയുള്ള മുകൾ ഭാഗവും തണ്ടും രണ്ടായിട്ട് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചവലക്കൂന് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് കാണപ്പെടുക. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്ന് മുഴുവനും പറിച്ചെടുത്തതിന് ശേഷം തീർന്നിരിക്കുന്നു വിചാരിച്ച് പോകുന്നതിന് മുന്നേ ആ ചുറ്റുപാടൊക്കെ ഒന്നും കൂടി ഒന്ന് തിരഞ്ഞു നോക്കിയാൽ വീണ്ടും മറ്റൊരു സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. കൂൺ പറിച്ചെടുക്കുന്നതിനിടയിൽ കൂണിരിക്കുന്ന ഭാഗം മുഴുവനായിട്ട് ഒരു പാട പോലെ നമ്മളുടെ കയ്യിൽ അടർന്നു വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വേർതിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പതിയെ നമുക്ക് വേർതിരിച്ചെടുക്കാം. കരിയിലകൾക്കുള്ളിൽ ഈ കൂൺ എങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ വളരെ പതുക്കെ ചുറ്റിലുമുള്ള കരിഞ്ഞ ഇലകളൊക്കെ മാറ്റി വെച്ച് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കൂണും പറിച്ചെടുക്കാൻ. ഇലകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കൂൺ പറിക്കാൻ ഒരു ദിവസം വൈകിപ്പോയാൽ സംഗതി ആകെ കുഴഞ്ഞു. അടുത്ത ദിവസം ആകുമ്പോഴേക്കും കൂണിൻ്റെ കളറ് മാറാനും പിന്നെ അത് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് കറക്റ്റായ സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സ്ഥലത്ത് നിന്ന് കൂൺ കിട്ടിയാൽ ആ കൂൺ കിട്ടിയ സ്ഥലവും കിട്ടിയ ഡേറ്റും കലണ്ടറിൽ നമ്മൾ കുറിച്ച് വയ്ക്കാറുണ്ട്. അതുമാത്രമല്ല, ഇടിയോടുകൂടി മഴ പെയ്യുമ്പോൾ മണ്ണിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് കൂൺ ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ കൂൺ കിട്ടുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ഇടിയും മഴയൊക്കെ ആകുമ്പോൾ അമ്മ ഇങ്ങനെ കലണ്ടർ നോക്കിയിട്ട് പറയാറുണ്ട്, നാളെ ആ സ്ഥലത്തൊന്ന് പോയി നോക്കണം, ചിലപ്പോൾ കൂണുണ്ടാവുമെന്നൊക്കെ. അങ്ങനെ അടുത്ത ദിവസം വളരെ പ്രതീക്ഷയോടെ കൂണൊക്കെ നോക്കാൻ പോകുമ്പോൾ ചിലപ്പോഴവിടെ കൂണുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. മറ്റു ചിലപ്പോഴോ അത് ഉപയോഗിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാവും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടുകാർ ഈ കൂണിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാധാന്യത്തിന് കാരണം വേറൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുടുംബത്തിലുള്ളവരെല്ലാവരും ചേർന്ന് ഇതുപോലെയുള്ള കൂൺ പറിച്ചെടുക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളുടെ കൂൺ പറിച്ചെടുക്കുന്ന കാര്യം ഏതായാലും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ ഇവിടെ കൂൺ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം സമയവും ക്ഷമയും വേണ്ടൊരു പണിയാണ് ഈ കൂണെല്ലാം വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണി ഞാൻ മെല്ലെ അമ്മയെ ഏൽപ്പിച്ചു. കൂണുകൾ ഓരോന്നും വൃത്തിയായി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അഴുക്കുള്ള കീഴ്ഭാഗം മുറിച്ചു മാറ്റുന്നതാണ് ഈ വൃത്തിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് മെനക്കേടുള്ള പണിയാണെങ്കിലും ഈ കൂൺ ഇത്രയും കിട്ടാക്കനി ആയതുകൊണ്ട് ഒരു ചെറിയ കൂൺ പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം കൂനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കത്തിയെടുത്തും ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്.
നമ്മളുടെ കൂണിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മണ്ണിൻ്റെയും കരിയിലയുടെയും ഇടയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല മണ്ണും മണലൊക്കെ ഈ കൂണിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു 4-5 തവണ നമ്മൾ ഈ കൂനെല്ലാം കഴുകിയെടുക്കേണ്ടതുണ്ട്. വളരെ സോഫ്റ്റായിട്ട് കഴുകിയെടുക്കേണ്ട ഒരു കാര്യമാണിത്. അധികം ബലം പിടിക്കാതെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മളുടെ കൂൺ ഒരു 4-5 തവണ അമ്മ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിപ്പോയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂണിലെ വെള്ളമെല്ലാം മാക്സിമം കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊടികളൊന്നുമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് എരിവ് കൂടുമോ എന്നുള്ളൊരു പേടിയുണ്ട് അമ്മയ്ക്ക്, അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം കൂണിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ കുഴച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി കൂണിൻ്റെ കൂടെ വഴട്ടാനായിട്ട് കുറച്ച് ചുവന്നുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൂണിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ഉടനെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ഉടനെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളി ഒരുവിധം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പണ്ടുള്ളവരൊന്നും ചിക്കൻ മസാല ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കൂണിട്ടതിന് ശേഷം കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ കൂണിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും കൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ കൂണിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ചട്ടിയുടെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തനി നാടൻ ചവലക്കൂന് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ആർഭാടമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ആ കൂണിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കൂണ് കറിയുടെ പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് അവസാനമായിട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ മുകളിൽ വിതറി കൊടുക്കാം. ഇതുപോലെ ഒട്ടും ആർഭാടമില്ലാതെ ഈ കൂൺ കറി ഉണ്ടാക്കുമ്പോഴായിരിക്കും ഈ കൂണിൻ്റെ റിയൽ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക. ഇതിൻ്റെ കൂടെ ആരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, തക്കാളി ഇതൊന്നും ചേർക്കാറില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എത്ര കൂന് ക്ലീൻ ചെയ്തെടുത്തതല്ലേ, കറിയാക്കുമ്പോഴേക്കും ഇത് ഇത്രയേ ഉള്ളൂ. കൊതി തീരും വരെ കഴിക്കാനുള്ള പങ്കൊന്നും ആർക്കും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ കൂണിനോടുള്ള കൊതി ആർക്കും ഒരിക്കലും തീരാത്തത്. ഒട്ടിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇനി ഒന്നുമില്ലെങ്കിലും വെറും ചോറിൻ്റെ കൂടെ പോലും ഈ കൂൺ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വയനാട്ടിലും നീലഗിരിയിലും ഉള്ളവരല്ലാതെ മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ളൊരു കൂൺ കഴിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ചവലക്കൂൻ പറിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും കറി ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്